ഇനി കുടുംബക്കാർക്ക് കൊടുക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ, കുടുംബക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നല്ല സമീപനം സ്വീകരിക്കണം. നല്ലൊരു അദബ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആവശ്യക്കാര്, കുടുംബക്കാര് നിന്നോട് വന്ന് സമ്പത്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടായ ആവശ്യം അറിയിച്ചാൽ, കയ്യിലുണ്ടായിട്ടും ഇല്ലെന്ന് പറയരുത്. ഒന്ന്. മറ്റൊന്ന്, കൊടുക്കാൻ നിന്റെ കയ്യിലില്ല എന്ന് വെക്കുക. നീ വളരെയധികം കഷ്ടപ്പാടിലാണ്, ദാരിദ്ര്യത്തിലാണ്, എന്നാലും അവരോട് ക്ഷോഭിക്കരുത്. നല്ല ഭാഷയിൽ പ്രതികരിക്കണം. വഇമ്മാ തുഅ്രിളന്ന അൻഹും ഇബ്തിഗാഅ റഹ്മത്തിൻ മിർ റബ്ബിക് വഇമ്മാ തുഅ്രിളന്ന അൻഹും, നേരത്തെ പറഞ്ഞ കുടുംബം, അതുപോലെ തന്നെ മിസ്കീന്മാർ, യാത്രക്കാര് തുടങ്ങിയ ആവശ്യക്കാരിൽ നിന്ന് നീ മുഖം തിരിച്ചാൽ അവർക്ക് കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇബ്തിഗാഅ റഹ്മത്തിൻ മിർ റബ്ബിക്, റബ്ബിൽ നിന്ന് റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹു ഐശ്വര്യം തരട്ടെ എന്നിട്ട് കൊടുക്കാം എന്ന് കരുതിയിട്ട് നീ മാറിക്കളയുകയാണെങ്കിലും തർജൂഹാ, നീ ഐശ്വര്യം ആഗ്രഹിക്കുന്നുണ്ട്, ആ ഐശ്വര്യം കിട്ടിയിട്ട് കൊടുക്കാമെന്നാണ് നിന്റെ ധാരണയെങ്കിലും ഫഖുൽ ലഹും ഖൗലം മൈസൂറാ, അവരോട് നല്ല വാക്ക് നീ പറയണം. മടുപ്പിക്കുന്ന വർത്തമാനം പറയരുത്, അവരെ ദേഷ്യപ്പെടുത്തുന്ന വർത്തമാനം പറയരുത്, കണ്ണീര് വീറ്റുന്ന വർത്തമാനം പറയരുത്. ഒരു യാചകൻ നിന്റെ മുന്നിൽ വന്നു, യാചിക്കാൻ അർഹതയുള്ള യാചകനാണെന്ന് കരുതിക്കോളൂ. അതാരൊക്കെയാണെന്ന് ഇപ്പൊ വിശദീകരിക്കുന്നില്ല, പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു യാചകൻ വന്നാൽ ആ യാചകന് കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഉള്ളത് നിന്റെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നീ കരുതി വെച്ചു. മടക്കി വിടുമ്പോ അയാളെ മനസ്സ് നിറയെ സന്തോഷമുള്ള വാക്ക് പറയണം, അയാൾക്ക് ദ്വാരന്ന് കൊടുക്കണം, പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വർത്തമാനം പറയണം. നിരാശപ്പെടുത്തരുത്. നിരാശപ്പെടുത്തുമ്പോ ആ മനുഷ്യന്റെ മനസ്സിന്റെ വേദന നിനക്ക് തിരിച്ചടിയാകും. അയാളൊന്നും പറഞ്ഞില്ല, എതിർത്തൊന്നും പറഞ്ഞില്ല, പക്ഷെ അയാളെ മനസ്സിന് വല്ലാതെ വേദനിച്ചിരുന്നു ആ പറഞ്ഞ വാക്ക്. നിന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ്, എന്നാ പിന്നെ അതിനെ പറ്റിയൊരു വാക്ക് പറയണം. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, വഹുവ തഅദീബുൻ അജീബുൻ, ഇത് വല്ലാത്തൊരു മര്യാദ പഠിപ്പിക്കലാണ്. വഖൗലുൻ ലതീഫുൻ ബദീഅ, വല്ലാത്ത അത്ഭുതമുള്ള, വളരെ എല്ലാവർക്കും തിരിയുന്ന ഒരു എളുപ്പമായ ഒരു അദബാണ് ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. നിസ്സാരപ്പെടുത്തിയിട്ട്, കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിസ്സാരപ്പെടുത്തിയിട്ടൊരു മുഖം തിരിക്കരുത്. ഒരു പക്ഷെ അവർ വിചാരിക്കും ഉണ്ടായിട്ടും തരാഞ്ഞിട്ടാണ് അങ്ങനെ തിരിച്ചു പോകുന്നത്. നിന്റെ യാഥാർത്ഥ്യം അവർക്ക് അറിയില്ല. നേരത്തെ നല്ലോണം ഉണ്ടായിരുന്നു, കൊടുത്തും ചെയ്തിരുന്നു, ഇപ്പൊ നിന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അങ്ങനെ വരാലോ അവസ്ഥ. കുറെ അവസ്ഥകൾ അങ്ങനെ മാറി മറിഞ്ഞു പോകുന്നതല്ലേ. നല്ലോണം കൊടുക്കുന്ന ആളാ, പക്ഷെ ഇപ്പൊ കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. ഓൾറെഡി ആളെന്നെ ഒരു മിസ്കീനും ഫക്കീറും ആയിട്ടുണ്ട്. അപ്പൊ അയാളെ പറമ്പും വീടൊന്നും ഇപ്പൊ സത്യത്തിൽ സമ്പത്തിന് അതൊക്കെ ഉള്ള കാലത്ത് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പൊ ആളെ കയ്യിൽ വരുന്നവർക്ക് കൊടുക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ദൈനംദിന ചെലവുകൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. എന്നാൽ ഈ വന്ന ആളുകളോട് ദേഷ്യം പിടിച്ച് അവരെ പുച്ഛിച്ച് മുഖം തിരിക്കരുത്. അപ്പൊ അവര് വിചാരിക്കും ഉണ്ടായിട്ടും അതൊക്കെ തരാൻ മടി ഉണ്ടായിട്ടാണ് പോകുന്നത്. പിന്നെ നീ എന്ത് ചെയ്യണം? നീ അല്ലാഹു തആല ഇനിയും തന്നാൽ ഇനിയും കൊടുക്കാൻ നിന്റെ മനസ്സിലൊക്കെ ഉണ്ട്, ആ താല്പര്യമൊക്കെ ഉണ്ട്. നേരത്തെ കൊടുത്തതുപോലെ നീ കൊടുക്കുകയും ചെയ്യും, കൊടുക്കുന്ന ആളുമാണ്. ഫഖുൽ ലഹും ഖൗലം മൈസൂറ, നീ അവരോട് നല്ല സന്തോഷമുള്ള വാക്ക് പറഞ്ഞു പോകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് കുറച്ച് ആളുകൾ എന്തെങ്കിലുമൊക്കെ തരണമെന്ന് പറഞ്ഞു വന്നു. അന്ന് കൊടുക്കാൻ സത്യത്തിലൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കാൻ വിസമ്മതിച്ചു. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇതിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരിച്ചപ്പോ ഈ വന്ന ആളുകൾ കൊടുക്കുന്നതൊക്കെ വഴിവിട്ട മേഖലയിലാ ചെലവഴിക്കുന്നത് തങ്ങൾക്ക് വിവരം കിട്ടി. അതുകൊണ്ട് തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു. അല്ല, കൊടുക്കുന്നത് അങ്ങനെ ധാരണ വെച്ചാൽ പോരാ, അങ്ങനെ ഒരു ഇൽമ്, ഒരു അറിവ് കിട്ടി തങ്ങൾക്ക്. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. നമ്മൾ കൊടുത്ത ആൾ വേറെന്തെങ്കിലും ചെലവഴിക്കും, അങ്ങനല്ല. അങ്ങനെ ഒരു ഇൽമ് കിട്ടി അവരെ സംബന്ധിച്ച്. കൊടുക്കുന്ന ധർമ്മം, ദാനം, കിട്ടുന്ന കാശ് അവര് അനാവശ്യ മേഖലയിലാ ചെലവഴിക്കുന്നത്.
അപ്പൊ തങ്ങൾ ഇനി അവർക്ക് കൊടുക്കണ്ട, വേറുള്ളവർക്ക് കൊടുക്കാമെന്ന് കരുതി. കാരണം അവർക്ക് കൊടുത്താൽ ഇനിയും ആ ഫസാദിന് സഹായിക്കലാകും, ആ കുഴപ്പത്തിന് സഹായിക്കലാകും. അത് വേണ്ടാന്ന് കരുതി മുഖം തിരിച്ചുകൾ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉപദേശമാണ്, നബിയെ അവര് വല്ലാതെ വിഷമത്തോടെയാണ് മടങ്ങിപ്പോയത്. നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അവര് വന്ന ഉദ്ദേശവും കാര്യമൊന്നും അതല്ല. ഇപ്പൊ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാ വന്നത്. കൊടുക്കാൻ തങ്ങളെടുത്താണെങ്കിൽ കാര്യമായിട്ടില്ലെങ്കിൽ ഫഖുല്ലഹും ഖൗലം മൈസൂറ, നല്ല ഒരു വാക്ക് പറഞ്ഞവരെ മടക്കി വിടണം. ഉസൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകളാ വന്നത്. അവര് തങ്ങളോട് വന്നിട്ട് വാഹനം ചോദിച്ചു, എന്തെങ്കിലും ഒരു വാഹനം തരുമോ? തങ്ങൾ പറഞ്ഞു, ലാ അജിദു മാ ഹമിലുക്കും അലൈ, നിങ്ങളെ ചുവന്നുകൊണ്ടാകാനുള്ള വാഹനം നിന്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് തിരിഞ്ഞു പോകുന്ന സമയത്ത് നമുക്കൊരു വാഹനം തങ്ങൾ തന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അവരിങ്ങനെ കണ്ണീർ പൊഴിച്ചു. തവല്ലൗ വഅയുനുഹും തഫീദു മിനദ്ദം, ഖുർആൻ പറയുന്നുണ്ട്, അവർ തിരിഞ്ഞു പോകുമ്പോ വിഷമത്തോടെ സങ്കടപ്പെട്ട് കണ്ണീർ പൊഴിച്ചപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, തങ്ങള് പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ ലേബലിൽ പൊതുസ്വത്തായിട്ട് വല്ലതും വരും, അത് തങ്ങൾ കാത്തിരിക്കുന്ന അതാണ്. തങ്ങൾ കാത്തിരിക്കുന്നത് ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തർജുഹാ, റബ്ബിന്റെ റഹ്മത്ത് പൊതുസ്വത്തായിട്ട് ജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്തിലൂടെ വരും, അതാണ് കാത്തു കഴിയുന്നത്. എങ്കിലും ഫഖുല്ലഹും ഖൗലം മൈസൂറ, അവരോട് നല്ല എളുപ്പ വാക്ക് പറയണം. ഒന്നുകിൽ അവർക്ക് ദുആ ചെയ്തു കൊടുക്കുക, ദുആർന്നാൽ അവർക്ക് സന്തോഷം കിട്ടും. എന്താ ദുആർക്കേണ്ടത്? അല്ലാഹു നിങ്ങൾക്കും നമുക്കൊക്കെ എളുപ്പം തരട്ടെ, അൽഹംദുലില്ലാ, സന്തോഷമായല്ലോ, നമുക്ക് ദുആർന്ന് തന്നിട്ടുണ്ടല്ലോ, പ്രതീക്ഷയായി. അതല്ലെങ്കിൽ നബിയെ നല്ല വാക്ക് പറഞ്ഞ് തങ്ങൾ കാരണം പറഞ്ഞേക്കണം. സുഹൃത്തെ, ഞാൻ നേരത്തൊക്കെ തന്നിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ വന്ന് ചോദിക്കുന്നത് അത്യാവശ്യത്തിനാണെന്ന് എനിക്കറിയും. നിങ്ങൾക്ക് തരാം പാകത്തിന് എന്റെ കയ്യിലില്ല. ഉണ്ടാകുന്ന നേരത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരണം, അപ്പോൾ തരാം. സാമ്പത്തിക വിശാലത കൊണ്ട് തങ്ങൾ അവർക്ക് പ്രാർത്ഥന നടത്തുക, അപ്പോൾ അവരെ മനസ്സിൽ നല്ല സന്തോഷം തോന്നും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിറങ്ങിയ ശേഷം കൊടുക്കാനില്ലാത്ത സമയത്ത് ആളുകളോട് പറയും, യർസുഖുനല്ലാഹു വ ഇയ്യാകും മിൻ ഫളിഹി, നമുക്കും നിങ്ങൾക്കും അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകട്ടെ. ദുആ ചെയ്തു കൊടുക്കും, യർസുഖുനല്ലാഹു വ ഇയ്യാകും മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നമുക്കും നിങ്ങൾക്കും തരട്ടെ എന്ന് ദുആർക്കുമ്പോ വന്ന ആളുകൾക്ക് വലിയ സന്തോഷമാണ്. നല്ല വർത്തമാനം പറയണം. നമ്മുടെ മുന്നിൽ വന്ന ആള് ഒരു പക്ഷേ നമുക്ക് അയാളോട് ദേഷ്യമുണ്ടെങ്കിലും അയാളെ മടക്കി വിടേണ്ടത് നല്ല വാക്ക് പറഞ്ഞിട്ടാണ്. നല്ല വർത്തമാനം പറഞ്ഞയാളെ മടക്കി വിടണം, അതാണ് ഏറ്റവും നല്ല ശൈലി. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ഇല്ലാത്ത കുൻവരിഖുൻ യൗമൻ നജൂദു ബിഹാ ലിസ്സായിലീന ഫഇന്നി ലയ്യിനുൽ ഉദി, ധർമ്മം ചെയ്യാൻ എന്റെ പക്കൽ വെള്ളിയില്ല, നാണയങ്ങളില്ല, ഒന്നുമില്ലെങ്കിലും വന്നവരെ നല്ല നിലയ്ക്ക് ഞാൻ മടക്കി വിടും. ചോദിക്കാൻ വന്ന ആളുകളെ നല്ല വർത്തമാനം പറഞ്ഞു മടക്കി വിടും. ലാ യഅദമുസ്സായിലൂനൽ ഖൈറ മിൻ ഖുലുഖി ഇമ്മാ നവാലി വ ഇമ്മാ ഹുസ്നു മർദൂദി, ഒരിക്കലും യാചകന്മാർ എന്റെ സ്വഭാവത്തിൽ നിന്നവർക്ക് നന്മ ലഭിക്കാതിരിക്കില്ല, എന്റെ അടുത്ത് വന്ന ആളുകൾ നല്ല നിലക്ക് തിരിച്ചു പോകാതിരിക്കില്ല. ഒന്നുകിൽ ഞാൻ കൊടുക്കുന്ന ധർമ്മം, വ ഇമ്മാ ഹുസ്നു മർദൂദി, അല്ലെങ്കിൽ നല്ല പ്രതികരണം, നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചുവിടുക. എന്നാ പിന്നെ അയാളെ മനസ്സിൽ സങ്കടമില്ല. നിങ്ങളെ വീട്ടിലേക്ക് നിരന്തരം ആളുകൾ വന്നൊന്ന് കൂട്ടിക്കോളൂ. ആവശ്യത്തിൽ രാവിലെ നിങ്ങൾ പുറത്തിരുന്ന് പത്രം വായിക്കുമ്പോൾ ഒരാൾ വന്നു. അയാളാരാ? അയാളെ ഭാഷ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെയും കുറച്ചൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. അയാൾ വേറൊരു നാട്ടുകാരനാണ്, നമ്മുടെ സംസ്ഥാനക്കാരനല്ല. ആള് ഫക്കീറാണ്. രാവിലെ തന്നെ അല്ലേ ഒരാളെ മടക്കി വിടണ്ടല്ലോ, കൊടുത്തു അയക്ക്. 10 മണിയായിട്ട് ഒന്നുകൂടി നമ്മൾ ആ കൈലുലത്തിന്റെ ഉറക്കം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അതാ പിന്നെ ഒരാൾ വരുന്നത്. ഇന്നിപ്പോ നല്ല ദിവസാ. 10 മണിക്ക് വേറൊരാൾ. നിങ്ങൾ എവിടുന്ന? നമ്മളവിടെ കുറെ മുത്തല്ലിമീങ്ങളും യത്തീമുകളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനം.
നമ്മളിങ്ങനെ എല്ലാ മാസവും വരലുണ്ട്, ആളുകൾ സംഭാവനയും തരലുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് നേരത്തെ, ഇവിടെ നിങ്ങൾ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ വന്നപ്പോഴൊന്നും നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾ ജോലിക്ക് പോയതായിരിക്കും. ഇന്നാണ് നിങ്ങളെ കാണാൻ പറ്റിയത്. മറ്റാളെ മനസ്സിൽ പടച്ചോൻ എന്ന് കുടുങ്ങിയല്ലോ എന്ന് തോന്നരുത്. ഇന്ന് അൽഹംദുലില്ലാ ഭാഗ്യമാണ്, സന്തോഷമാണ്. ഇയാളെ കണ്ടുകിട്ടി. ഇയാളായിരിക്കും ചിലപ്പോൾ ഇന്ന് നല്ല മാർക്ക് നമുക്ക് തരുന്ന ആള്, നല്ല ഐശ്വര്യം കൊണ്ടുവരുന്ന ഇയാളായിരിക്കും. ഇയാളെ മടക്കണ്ട, ഇയാൾക്ക് എന്തെങ്കിലും സന്തോഷത്തിൽ. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ മൂന്നാമത്തെ ഒരാൾ വന്നു. കൊടുക്കാൻ കാര്യമായിട്ട് കയ്യിലില്ലേ, അയാൾക്ക് നല്ല ദ്വാരന്ന് കൊടുക്കും. ഇനി അടുത്ത വരവിന് നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഞാനുള്ള ദിവസം തന്നെ ഇൻഷാ അല്ലാഹ് നന്നായിട്ട്. പോകുന്ന ആൾ പടി ഇറങ്ങി പോകുമ്പോൾ അൽഹംദുലില്ലാ ഒരാട്ടലും തുപ്പലും ഇല്ല, അറുപ്പും പൊറുപ്പുമില്ല, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. അതാണ് പള്ള നിറയാൻ തന്നത്. ഏറെ അങ്ങോട്ട് കൊടുത്തിട്ടല്ല, നല്ല പെരുമാറ്റം കൊണ്ടൊരു നിറവില്ലേ, അത്ര വലിയ നിറവ് വേറൊരു നിലക്കില്ല. ആ മനുഷ്യൻ പടി ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാ നല്ല വീട്ടുകാരിട്ടോ, അല്ലാഹ് ബർക്കത്ത് കൊടുക്കട്ടെ. അയാൾ ഇതായിരുന്നു. മറ്റേ വീട്ടുകാരെ പോലല്ല. എന്താണ് ആ മനുഷ്യൻ കുരച്ച് ചാടിയിട്ട് ആകെ അയാളാകെ തിരിഞ്ഞു. നിങ്ങളൊരു പിരിവ്, നിങ്ങൾ പിരിവെടുത്തിട്ട് ഇതൊക്കെ നടത്താൻ ആരാ നിങ്ങളെ ഏൽപ്പിച്ച്? നിങ്ങൾക്ക് പഠിച്ചോന്ന് വഹി കിട്ടിയില്ല. കുറെ അങ്ങോട്ട് പറഞ്ഞു. എന്നാലും ആ പറഞ്ഞ് കുരച്ച് ചാടിയ ആളും ഇയാളും എത്ര ഭേദമുണ്ടല്ലേ, എത്ര മാറ്റമുണ്ട്. ആ നിലക്ക് ചിന്തിക്കും. നമ്മൾ ഇപ്പൊ ഈ അൽഹംദുലില്ലാ കിട്ടി സന്തോഷത്തോടെ ദ്വാരന്നു പോകുന്ന ആ ഒരു പ്രതികരണം, അതായിരിക്കണം നമ്മുടെ ഭാഗത്ത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സ്വതക്കന്റെ വിഷയങ്ങളൊക്കെ എണ്ണി ഇങ്ങോട്ട് പറഞ്ഞു. ഒന്നു രണ്ടല്ല, എല്ലാ പാർട്ടും സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സ്വദഖത്തിൻ യത്ബഉഹാ അദാ. ചില ആൾക്കാർ സ്വതക്ക കൊടുക്കും, കുറെ ഇടങ്ങേറാക്കിയിട്ട് കൊടുക്കും. നിങ്ങളൊക്കെ ഓരത്തെ കുറെ പിരിവേരുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഇന്നലെ ഒരാൾ വന്നു, മിഞ്ഞാന്നൊരാൾ വന്നു. അയാൾ വന്നിട്ട് ഞാൻ കൊടുക്കാതെക്കില്ലെങ്കിൽ അത് പിന്നെയും കൊടുത്തു. പിന്നെ ഈ ശല്യം ഒഴിവാക്കണ്ടേ. മനുഷ്യനൊരാഴ്ച ഇവിടെ ലീവിന് വന്നപ്പോഴേക്ക് വിരലോട് വിരലായി, വരണ്ടില്ലായിരുന്നു. ഇങ്ങനൊക്കെ പറഞ്ഞ് ഇടങ്ങേറാക്കിയിട്ട് ഏതായാലും നിങ്ങൾ വന്നീല്ലേ, ഒരു 10 റുപ്യ. ഇതിനേക്കാൾ നല്ലതെന്താ? ഖൗലും മഅറൂഫ് ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സ്വദഖത്തിൻ യത്ബഉഹാ അദാ. നല്ല വർത്തമാനം, അത് ഖൈറുൻ ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ സ്വദഖത്തിൻ ഒരു ധർമ്മത്തെക്കാൾ, യത്ബഉഹാ അദാ ആ ധർമ്മത്തിന്റെ പിന്നാലെ അത് കൊടുക്കുന്നതിനോടൊപ്പം ശല്യമുണ്ട്, ഇടങ്ങേറുണ്ട്. കുറെ സഹിച്ചിട്ടാണ് ഒരു 10 രൂപ കിട്ടിയത്. അയാളെ പായോരം മുഴുവനും കേട്ടിട്ടുണ്ട്. കേട്ടപ്പോ കരുതി, ആദ്യമൊക്കെ കരുതി ഏതായാലും ഇത്രയും കേട്ടില്ലേ, ഒരു 100 അല്ലെങ്കിൽ 500 ഉറപ്പാണ്. പിന്നെ വന്നു നോക്കുമ്പോഴാണ് ലാസ്റ്റ് പിന്നെ അതിന്റെ പെർമറ് വാണിങ്ങും, മേലാലിഞ്ഞി ഈ പടിങ്ങോട്ട് ചവിട്ടരുത്. അടച്ചോരെ എന്തിനാത്? ഇതിനേക്കാളും നല്ലത് ഖൗലും മഅറൂഫ്, നല്ല വർത്തമാനം പറയലാണ്. അള്ളാഹു നിങ്ങൾക്കും നമുക്കും ഐശ്വര്യം തരട്ടെ എന്ന് ദ്വാരന്ന് വിടുക. അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകൾ ഇല്ലായ്മ പറഞ്ഞ് കാരണം പറഞ്ഞ് മടക്കി വിടുക. വിഷമത്തോടുകൂടെ മനസ്സ് ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരാളെയും വിടരുത്. അത് നേരെ തിരിച്ചൊരു വിഷയത്തിലേക്ക് വരും. കൊടുക്കുന്നവനും തരുന്നവനും അല്ലാഹു തആലയല്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങ് മടക്കിയാലോ? കാരണങ്ങൾ ചോദിച്ച് മടക്കി വിടുന്ന ആളുകളെ കാണും. അത് സത്യത്തിൽ അവർ മടക്കി വിടുന്നത് അവരെ ബുഖ്ല് കൊണ്ടാണ്, അവരെ പിശുക്ക് കൊണ്ടാണ് അവർ മടക്കി വിടുന്നത്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കങ്ങ് കൊടുത്തത് പെട്ടെന്ന് പിൻവലിക്കാൻ കഴിവുള്ളവനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരാൾ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഭക്ഷണം ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളെ ദീനേതാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ മജൂസിയാണെന്ന്. തീനെ ആരാധിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഭക്ഷണമല്ല പോയിക്കോളിന്ന് പറഞ്ഞു. ഭക്ഷണമല്ല പോയിക്കോളും. അയാൾ പോയി, ഭക്ഷണമല്ല എന്നല്ലേ പറഞ്ഞു. അയാൾ പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് മലക്ക് വന്നു. അല്ലാഹു തആല ചോദിക്കാൻ പറഞ്ഞു, അല്ല ഇബ്രാഹിം നബിയെ, ആ പോകുന്ന ആൾക്ക് വയസ്സ് എത്രയെന്നറിയോ? നിങ്ങൾക്കറിയോ? ഇല്ല, അറിയില്ല. 60 വയസ്സായി. ഇത്രയും പ്രായത്തിൽ ആരാൾക്ക് ഭക്ഷണം കൊടുത്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട് വിട്ടിറങ്ങി. നടന്നു പോകുന്ന മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്നു, വരൂ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ റബ്ബിന്റെ കൽപ്പനയുണ്ട്. ഞാനും നിങ്ങളും രണ്ടും രണ്ടല്ലേ? ആള് ചോദിച്ചു.
ഞാൻ ആരാധിക്കുന്ന തീയിനെയല്ലേ ഇബ്രാഹിം നബിയെ, പിന്നെ ആരാണ് എനിക്ക് ഭക്ഷണം തരാൻ പറഞ്ഞത്? 60 കൊല്ലം നിങ്ങളെ ഭക്ഷിപ്പിച്ചവൻ അല്ലാഹുവല്ലേ. അല്ലാഹു തആല എന്നോട് ചോദിച്ചു, ഇത്രയും കാലം ഞാൻ ഭക്ഷിപ്പിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണോ നിങ്ങൾ ഈ മതം ചോദിച്ചു കളഞ്ഞത്? ഒരൊറ്റ നേരത്തെ ഭക്ഷണം കൊടുക്കാനാണോ നിങ്ങൾ ഗ്രൂപ്പ് തിരിച്ചത്? അതിനാണോ പാർട്ടി വിഭജിച്ചത്? അതിനാണോ കളറ് നോക്കിയിട്ട് വിട്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ അള്ളാഹുവിന്റെ ഉത്തരവുണ്ട്. ഇത്രയും കാലം ഞാൻ അള്ളാഹുവിനോട് അങ്ങനെ പെരുമാറിയിട്ടും അള്ളാഹു എന്നോട് സമീപിക്കുന്ന സമീപനം ഇങ്ങനെയാണോ? ആ റബ്ബിനെയാണല്ലോ ഞാൻ വിശ്വസിക്കേണ്ടത്. ആ മനുഷ്യന്റെ മനസ്സ് തുറന്നു, മനസ്സ് അള്ളാഹുവിലേക്ക് വിശാലമായി, അള്ളാഹുവിനെ വിശ്വസിക്കാൻ തയ്യാറായി, ഷഹാദത്ത് കലിമ ചൊല്ലി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിൽ അല്ലാഹു തആലാന്റെ ഉത്തരം നോക്കണം. അതുകൊണ്ടാണല്ലോ മനുഷ്യനാണല്ലോ സഹോദരങ്ങളെ ധർമ്മം ചെയ്യുന്നത്, മനുഷ്യന്മാർക്കല്ലേ ധർമ്മം ചെയ്യുന്നത്. അത് മുഅ്മിനീങ്ങൾക്കാകുമ്പോ അതിന് മികവ് കൂടും, മുത്തഖീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും ആകുമ്പോ അതിന് ദറജ കൂടും, നല്ല നല്ല മഹത്തുക്കൾക്കാകുമ്പോ കൊടുക്കുന്നതിന് വലിയ പവർ വർദ്ധിക്കും. സാധുക്കൾക്കാണോ നീ കൊടുത്തത്, എന്നാൽ അത് പണക്കാർക്ക് കൊടുക്കും പോലെയല്ല. സമ്പന്നന് കൊടുത്താലും അല്ലാഹു കൂലി തരും. പക്ഷേ കൊടുക്കുന്നത് സാധുവിനാണോ, ഫക്കീറിനാണോ, മിസ്കീനാണോ, അതും മറ്റേതും മാറ്റമുണ്ട്. നിന്റെ വീട്ടിലേക്ക് വരുന്നു ഒരു മിസ്കീനായ മനുഷ്യൻ, നീ കുട്ടികളെ കയ്യിൽ പണം കൊടുക്കാതെ നേരിട്ടങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരിട്ട് കൊടുക്കുന്നതിന് വരെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. വാങ്ങുന്ന ആള് മിസ്കീനാണെങ്കിൽ മുനാവലത്തുൽ മിസ്കീനി തഖീമൈതതസൂ, മിസ്കീന് ഡയറക്റ്റ് ആയി കൊടുക്കൽ. നമ്മളൊക്കെ കുറവായതുകൊണ്ട് 10-20 രൂപ ആയതുകൊണ്ട് കുട്ടികളെ കയ്യിൽ കൊടുത്താക്കൂലേ. കാരണം റിസീറ്റ് എഴുതുമ്പോൾ എന്നെങ്ങനെ കാണുമ്പോൾ ഒരു 20 രൂപ അല്ലേ എഴുതുക. ആ കുട്ടി എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞോളും. കുട്ടീനോട് ചോദിക്കും, ഏതിനാള്? വാപ്പാന്റെ പേരെന്താ? വാപ്പാന്റെ പേര് പോക്കര്. ഞാൻ ഉദാഹരണം പറയട്ടെ, നിങ്ങൾ ആരും വിഷമിക്കരുതേ. പോക്കര്, ആ പോക്കരങ്ങ് എഴുതിക്കും. അപ്പൊ ഉള്ളിൽ നിന്ന് പോക്കരാക്കത് കേൾക്കുന്നുണ്ട്. ആ റസീറ്റ് കൊണ്ടു കൊടുത്തു 20 രൂപ. ഇക്കൊടുക്കുന്ന 10 ആകട്ടെ 20 ആകട്ടെ നേരിട്ട് കൊടുക്കുക, അതിന് മഹത്വം ഒന്ന് വേറെയാണ്. വാങ്ങുന്ന ആള് മിസ്കീനാണോ? മുനാവലത്തുൽ മിസ്കീൻ, മിസ്കീന് നീ നേരിട്ട് കൊടുക്ക, നിന്റെ കൈ കൊണ്ട് നേരിട്ട് കൊടുക്ക. തഖീമൈതതസൂ, ദുർമരണത്തിൽ നിന്ന് കാവൽ നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഈമാൻ കിട്ടിയിട്ടേ മരിക്കുള്ളൂ. വാങ്ങുന്ന ആളാരാ? മിസ്കീനാ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ആളുകൾ മഹാനവറുകളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ ഇരിക്കുന്ന ഇടത്തുനിന്ന് പുറത്തെ വാതിലിന്റെ അടുത്തേക്ക് 2 കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. റൂമിൽ നിന്ന് പുറത്തേക്ക് 2 കയർ, ഈ കയർ പിടിച്ചങ്ങനെ പോകാനാണ്. അപ്പൊ പുറത്തൊരാൾ കാത്തു നിൽക്കുന്നുണ്ട്. അയാളെന്തോ ചോദിച്ചു വന്നാണ്. ഈ സ്വഹാബി വര്യൻ ഈ പ്രായാധിക്യത്തിലും ഈ കാഴ്ച ഇല്ലാത്ത സമയത്തും അപ്പുറത്തുള്ള ഒരു പെട്ടിയിൽ നിന്ന് ദിർഹമെടുത്ത് ഈ കയറിങ്ങനെ പിടിച്ച് 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 പുറത്തേക്ക് വന്ന് അയാളെ കയ്യിൽ നേരിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ വന്നവർ ചോദിച്ചു, അല്ല ഉസ്താദ് എത്ര വിഷമിക്കുന്ന എന്തിനാ? കാഴ്ചയല്ലല്ലോ, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. മഹാനവറുകൾ പറഞ്ഞു, അത് പറ്റൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുനാവലത്തുൽ മിസ്കീനി തഖീമൈതതസൂ, എനിക്ക് നല്ല മരണം കിട്ടണം, ദുർമരണമാകരുത്. നേരിട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ല മരണം കിട്ടും, ദുർമരണത്തിൽ നിന്ന് കാവൽ കിട്ടും. വാങ്ങുന്ന ആള് ആരാണ് നോക്കിയിട്ട് മഹത്വം കൂടുമെന്നർത്ഥം. കൊടുക്കുന്ന ആള് ഒരുപാട് ഉപകാരം അതുകൊണ്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കൊടുത്തവന് വലിയ ഉപകാരമാണ്. നാം കൊടുക്കുന്ന 100 വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾ ആ 100 കൊണ്ട് വലിയ ഉപകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഈ കൊടുത്ത ആൾക്ക് അതുകൊണ്ട് ഫലം ധാരാളമാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിന്റെ കൂടെ ഞാൻ അങ്ങനെ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ നല്ല ഒരു കെട്ടിടം ഉണ്ടാക്കുന്നുണ്ട്. ആ കെട്ടിടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആ ചെറുപ്പക്കാരനാണ്. മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ കെട്ടിടമാണ്. മുന്നിൽ നിന്ന് പണികൾ വീക്ഷിക്കുന്നു, പണിക്കാരോട് കൽപ്പിക്കുന്നു, അവിടെ ആ പണിയെടുക്കൂ, ഇവിടെ ഈ പണിയെടുക്കൂ, അത് പൂർത്തിയാക്കൂ.
ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനോട് മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, നല്ലൊരു ചെറുപ്പക്കാരനാണ്, കണ്ടാ തന്നെ നല്ലൊരു മുഖമുണ്ട്, നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, നമ്മളൊന്ന് പരിചയപ്പെട്ടു നോക്കിയാലോ? സലാം പറഞ്ഞു, പരിചയപ്പെട്ടു. രണ്ടുപേരും സംസാരിക്കാൻ സമയം ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ വന്നു. ചോദിച്ചു, ഈ ബിൽഡിങ്ങിന് എത്രയാ നിങ്ങൾ ചെലവ് ചെയ്യുന്നത്? 1,00,000 ചെലവ് ചെയ്യുന്നത്, 1,00,000 ദീനാറാണ്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ 1,00,000 ദീനാർ നിങ്ങൾ എന്റെ കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് ആഖിറത്തിൽ ഒരു സ്വർഗം തരാം. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ നാളെ രാവിലെ വരണം, ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഞാനിപ്പോ ഈ പണിന്റെ തിരക്കിലാണല്ലോ. പിറ്റേ ദിവസം വന്നപ്പോ 1,00,000 ദീനാർ അങ്ങ് കൊടുത്തു. കടലാസ് ഇങ്ങോട്ട് എഴുതി കൊടുത്തു, സ്വർഗത്തിലുള്ള ജാമ്യം, സ്വർഗത്തിൽ ബിൽഡിംഗ് തരാം എന്നതിന്റെ കരാറ് പത്രം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തു. അതെ, ആ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു 1,00,000 ദീനാർ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തത്? വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ നഗരത്തിലെ പാവങ്ങൾക്കത് വിഹിതം വെച്ചു കൊടുത്തു. ഒരൊറ്റ ദീനാറും ബാക്കിയില്ല. വലിയ ഉപകാരമല്ലേ കിട്ടിയത്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ അങ്ങനെ ഇരിക്കുമ്പോ മിഹ്റാബിൽ ഒരു എഴുത്ത് വന്ന് വീണു. ആ എഴുത്ത് നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത്, നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തത് അല്ലാഹു എനിക്ക് തന്നു കഴിഞ്ഞു. നിങ്ങൾ എനിക്ക് ജാമ്യം നിന്ന സ്വർഗമുണ്ടല്ലോ, റബ്ബ് തആല എനിക്കത് നൽകിക്കഴിഞ്ഞു. ഇവിടുന്ന് പിരിയുമ്പോഴേക്ക് അങ്ങനെ സ്വർഗം കിട്ടുമോ? സ്വർഗം കിട്ടുകയില്ലേ? അതല്ലേ സൂറത്ത് യാസീനിലൂടെ ഞാനും നിങ്ങളും ഓതുന്നത്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വകവരുത്തിയ ഉടനെ അല്ലാഹുവിന്റെ നിർദ്ദേശം, ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ശത്രുക്കൾ ദാരുണമായ രൂപത്തിൽ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വകവരുത്തി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, തുല്യതയില്ലാത്ത ക്രൂരതകളാണ് അവർ നടത്തിയത്. അക്രമം അങ്ങോട്ട് നടത്തിയിട്ട് മഹാനവർകൾ അങ്ങ് മരണപ്പെടുമ്പോഴേക്ക് ഒരു റിപ്പോർട്ടിൽ കാണാം, മഹാനവർകളെ ഭൗതിക ശരീരം തന്നെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന്, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന്. ഉടനെ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നോളൂ. അപ്പോഴല്ലേ മഹാനവർകൾ പറഞ്ഞത്, ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്നെ തല്ലിക്കൊന്ന ജനത, എന്നെ ആക്ഷേപിച്ച എന്റെ നാട്ടുകാര് അല്ലാഹു എനിക്ക് തന്ന മഗ്ഫിറത്തും അല്ലാഹു എനിക്ക് തന്ന ആദരവും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതൊന്ന് മനസ്സിലാക്കിയിട്ട് അവർ അല്ലാഹുവിലൊന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ, ആ ഒരാഗ്രഹമാണ് അപ്പോഴും പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, സ്വർഗം കിട്ടി എന്ന സന്തോഷ വാർത്ത മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ വന്ന് ലെറ്റർ വീഴുകയാണ്. ആ ലെറ്ററും എടുത്ത് ഈ ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീട് അന്വേഷിച്ചു വന്നപ്പോ വീട്ടുകാര് സങ്കടത്തിലാണ്. ഇന്നലെ മരണപ്പെട്ടുപോയി. ആരാണ് കുളിപ്പിച്ചത്? കുളിപ്പിച്ച ആളെ കൊണ്ടുവന്ന് ഞാനാ കുളിപ്പിച്ച് കഫൻ ചെയ്തത്. വല്ല പ്രത്യേകതയും നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നോ? അതേ, എനിക്കൊരു കടലാസ് തന്നിരുന്നു. ആ കടലാസ് ശരീരത്തിന്റെയും കഫംപുടയുടെയും നടുവിലായി വെക്കാൻ പറഞ്ഞു. ആ കടലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പോക്കറ്റിൽ നിന്ന് മിഹ്റാബിൽ വന്ന് വീണ കടലാസ് എടുത്തുയർത്തുമ്പോ ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ എഴുതി വെച്ച കടലാസ്. ഈ കടലാസ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ കടലാസിലാണല്ലോ ഞാൻ ഇന്നലെ വെച്ചത്. ഇതാണല്ലോ കഫംപുടയുടെ ഉള്ളിൽ വെച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഉപകാരങ്ങൾ ആ സമ്പത്ത് കൊണ്ടുണ്ടായപ്പോ അല്ലാഹു എത്ര പെട്ടെന്നാണ് സ്വർഗം നൽകിയത്, എത്ര പെട്ടെന്നാണ് അല്ലാഹു സന്തോഷം നൽകിയത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഉപകാരം അധികരിച്ച ആളുകൾക്ക് ധർമ്മം കൊടുക്കുന്നത് മാറ്റമുണ്ട്. സാധാ രൂപം പോലെയല്ല. ഇത് പറഞ്ഞ ശേഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, ആര് നമ്മുടെ അടുത്ത് വന്നാലും കുടുംബക്കാർക്ക് ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശമില്ല, നിന്റെ കയ്യിലില്ല, എന്നാലും മടുപ്പിക്കരുത്, ശല്യപ്പെടുത്തരുത്. ഫഖുൽ ലഹും ഖൗലൻ മൈസൂറാ, മിസ്കീന്മാര് വന്നു നിന്റെ കയ്യിൽ കൊടുക്കാനില്ല, നല്ല വാക്ക് നീ പറയണം, സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയണം, അതേ വിഷമിപ്പിക്കുന്നൊരു വാക്ക് പറയരുത്.